അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ബദർ സാദാത്ത് തങ്ങളവറുകൾക്ക് നമുക്ക് ദീർഘകാലം നേതൃത്വം നൽകാനുള്ള വലിയ ആഫിയത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ മജ്ലിസ് എല്ലാം കൊണ്ടും സമ്പന്നമാണ്. സാധാരണ വഅലിന്റെ മജ്ലിസിൽ പ്രഭാഷണത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെയല്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കാൽപാദം മുതൽ മേലോട്ടിങ്ങനെ എന്തോ ഒരു പ്രയാസം ഉള്ളതുപോലെ, കാരണം സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിലാണ്. മഹാന്മാരെ കുറിച്ച് അനുസ്മരിക്കേണ്ട മജ്ലിസാണ്. പറയാൻ ഒരു അർഹതയും ഇല്ലാത്ത ഒരു മുതഹല്ലിമായ ഞാൻ ഇവിടെ എന്ത് പറയണമെന്ന വലിയ ആശങ്കയിൽ കൂടെയാണ് നിൽക്കുന്നത്. എന്നാലും ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു നന്നായാലോ എന്ന ആ വലിയ പ്രതീക്ഷ കൊണ്ട് ക്ഷണം സ്വീകരിച്ച് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് കരുതുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറാത്തുകൾ ധാരാളം ചെയ്യാനുള്ള വലിയ അവസരങ്ങൾ ജീവിതത്തിലൊക്കെ നൽകുമാറാവട്ടെ. ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ മക്കയിൽ അൽ അമീൻ എന്ന ആ വിശേഷണത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. 40ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാക്ഷേപം കേൾക്കേണ്ടി വന്നത് അബൂലഹബിന്റെ നാവിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ എന്ന അർത്ഥത്തിൽ ആദ്യമായി മക്കയിൽ വെച്ച് പ്രതികരിച്ച ആള് അബൂലഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവരെ അൽ അമീൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മളുടെ നേതാവ് ആക്ഷേപം കേൾക്കേണ്ട സാഹചര്യം വന്നത് അവിടുത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു തെറ്റുകുറ്റത്തിന്റെ പേരിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുടുംബപരമായോ വൈവാഹിക ജീവിതത്തിൽ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അതൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ആക്ഷേപം കേൾക്കാനുള്ള കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ദൈവവും ഇല്ല, ഒരു ഇലാഹും ഇല്ല എന്ന കലിമത്തു തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ആക്ഷേപിക്കപ്പെട്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ താങ്ങാൻ പോലും കഴിയാത്ത അത്രയും വലിയ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മളൊക്കെ പഠിച്ചവരാണ്. ചെറുപ്പം മുതലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് യതീമായി കൊണ്ടാണല്ലോ ജനിച്ചത്. 6ാമത്തെ വയസ്സിൽ ഉമ്മ എന്ന് നീട്ടി വിളിച്ചാൽ വിളി കേൾക്കാനുള്ള ആമിന ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ അവസ്ഥയാണ്. അങ്ങനെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ ജീവിക്കുമ്പോഴും അൽ അമീൻ എന്ന വിളിപ്പേരിൽ നാട്ടുകാരുടെ അടുക്കൽ സ്വീകാര്യനായി ജീവിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ അതുവരെ അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ ഇന്നക മജ്നൂൻ, മുഹമ്മദേ നീ ഭ്രാന്തനാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും ആക്ഷേപിക്കുകയും കഅബാലയത്തിന്റെ ചുമരിന്റെ മുകളിൽ വരെ മുത്തുനബിയെ ആക്ഷേപിച്ച് കവിതകൾ എഴുതി വെക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം ആ മക്കയിൽ സംജാതമാവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയാണ്. മുത്തുനബിക്കൊന്ന് സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയാണ്.
വീട്ടിൽ കിടക്കുമ്പോൾ വീട് വളയുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രതിരോധത്തിലാകുന്ന അവസ്ഥയാണ് 40-ാമത്തെ വയസ്സിന്റെ ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ ഒരേ സമയം ത്വലാഖ് ചൊല്ലപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ മക്കൾ 2 മക്കൾ ഒരേ സമയത്ത് ത്വലാഖ് ചൊല്ലപ്പെടുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതുപോലെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥയില്ലാത്തതിന്റെ പേരില് നബി തങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരികയാണ്. ഹിജ്റ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലയിടങ്ങളിലേക്കും പോയി. അവിടുന്ന് സൗറിലേക്ക് മുത്തുനബി പോകുന്ന രംഗങ്ങളൊക്കെ നമ്മളെല്ലാവരും പല കേട്ടവരാണ്. മുത്തുനബിയുടെ കാലിൽ നിന്ന് രക്തം ഒലിക്കുന്ന അവസ്ഥ കിതാബുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ നിന്ന് രക്തം വരെ വരുന്ന മുത്തുനബിയുടെ കാല് പൊട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയാണ്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹിച്ചിട്ടുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുക, അത് നമ്മളിലേക്ക് എങ്ങനെയെങ്കിലും കൈമാറി തന്ന് ഞാനും നിങ്ങളും ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന ആ വല്ലാത്ത റഹ്മത്തിന്റെ ആ റഅഫത്തിന്റെ ആ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാം സഹിക്കേണ്ടി വന്നത്. മുത്തുനബിയുടെ പല്ല് ഉഹദ് രണാങ്കളത്തിൽ വെച്ച് പൊട്ടുന്ന രംഗമുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരം മുഖത്ത് മുറിവേൽക്കുന്ന രംഗമുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലേക്ക് അമ്പ് തുളച്ചു കയറുന്ന രംഗമുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് ശാരീരികമായിട്ടും വലിയ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്ന രംഗങ്ങൾ ധാരാളം നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയുകയാണ്. ത്വായിഫിലേക്ക് ചെന്നാൽ അവിടെ വെച്ച് കുടുംബക്കാർ അമ്മാവന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ട് പ്രതീക്ഷയോടെ കയറി ചെന്ന മുത്തുനബിയെ കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടി ഓടിക്കുന്ന അവസ്ഥ അവിടെ സംജാതമാവുകയാണ്. നടക്കാൻ കഴിയാതെ മുത്തുനബി ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ഇരിക്കാൻ സമ്മതിക്കാതെ എഴുന്നേൽപ്പിച്ച് നടപ്പിക്കുകയും വീണ്ടും മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കാലിലേക്ക് ഉന്നം വെച്ച് കല്ലെറിയുന്ന രംഗം അതെല്ലാം നമ്മള് വായിച്ചവരാണ്, കേട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്തിനാണ് ഇത് ആമുഖത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയെല്ലാം ത്യാഗങ്ങൾ സഹിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് ആകെ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ. കുറെ ത്യാഗങ്ങളും കുറെ പ്രതിസന്ധികളും കുറെ അക്രമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ നേരിട്ടു. പക്ഷേ അതിന്റെ പേരില് നിങ്ങളൊരു നയാ കാശ് സാമ്പത്തികമായി എനിക്ക് തരേണ്ടതില്ല, നിങ്ങളൊന്നും എനിക്ക് തരേണ്ടതില്ല. പിന്നെയോ ലാ അസ്അലുക്കും അലൈഹി അജ്റാ, അതിന്റെ മേലിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഒരേ ഒരു കാര്യമേ മുഅ്മിനീങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഖിയാമത്ത് നാൾ വരെ എന്റെ ചോരയിൽ പറക്കുന്ന മക്കളുണ്ട്, എന്റെ രക്തത്തിൽ പറക്കുന്ന എല്ലാ മക്കളുണ്ട്. ആ മക്കളെ നിങ്ങളെ പരിഗണിക്കണേ, അവരെ നിങ്ങൾ സ്നേഹിക്കണേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ. ഈ ഒരു കാര്യമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോട് ആവശ്യപ്പെടാനുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്, ഒരു കടപ്പാടാണ് ഹബീബ്
ഹബീബായ തങ്ങളോട് സ്നേഹമുള്ള ആളുകളാണോ? റസൂലുള്ളാഹിനോട് മഹബത്തുള്ള ആളുകളാണോ? റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ? എന്നാൽ അഹ്ലുൽ ബൈത്തിനെ പരിഗണിച്ചോ? അവരെ ബഹുമാനിച്ചോ? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അഹ്ലുൽ ബൈത്തിന്റെ സ്ഥാനം എത്രമാത്രമാണ് പരിശുദ്ധമായ ഖുർആനിൽ വന്നത് എന്ന് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. മഹാനായ സഅലബി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനവറുകൾ പറയുന്നു, അൻ ജഅഫർ സ്വാദിഖ്, മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ഖാല നഹ്നു ഹബ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ ഓർഡറാണ്, വഅതസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഷത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, അല്ലാഹുവിന്റെ ഭാഷത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതാണ് ഹബ്ലുൽ എന്നറിയുമോ? നഹ്നു ഹബ്ലുല്ലാഹ്, ഞങ്ങളാണ് അല്ലാഹുവിലേക്ക് എത്താനില്ല പൊട്ടിപ്പോകാത്ത കയറുന്ന മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. അഹ്ലുൽ ബൈത്തിനെ മുറുകെ പിടിച്ചാൽ ഒരു ബിദ്അത്തിലേക്ക് നമ്മൾ തെറ്റിപ്പോവുകയില്ല. അഹ്ലുൽ ബൈത്തിനെ മുറുകെ പിടിച്ചാൽ ഒരു കള്ളത്തൊരീക്കത്തിലും നമ്മൾ പെട്ടുപോകില്ല. അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അഹ്ലുൽ ബൈത്ത് റസൂലില്ലാഹ്. അല്ലാഹു തആല മറ്റൊരു ആയത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് വല്ലാത്ത ഫള് നൽകിയിട്ടുണ്ട്, വല്ലാത്ത നിഅമത്ത് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തിന്റെ പേരിൽ അവരോട് അസൂയ വെക്കുകയാണോ? എന്തിനാ തങ്ങന്മാരെ നമ്മൾ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? എന്തിനാ തങ്ങന്മാരെ ഇങ്ങനെ ആദരിക്കുന്നത്? അവരെ ആലിമീങ്ങളല്ലെങ്കിൽ പോലും എന്തിനാ നമ്മൾ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? ഓ മുഅ്മിനീങ്ങളെ, യഥാർത്ഥ ഈമാനുള്ള ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം വരൂല. അതാണ് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത്, അം യഹ്സുദൂന അന്നാസ, അവരൊരു വിഭാഗം ജനങ്ങളോട് അസൂയ വെക്കുകയാണ്, അലാ മാ ആതാഹുമുല്ലാഹ്, അല്ലാഹു തആല ആ വിഭാഗം ജനങ്ങൾക്ക് നൽകിയ ഔദാര്യങ്ങളെ ഫളിന്റെ പേരില്, ശറഫിന്റെ പേരില്, സ്ഥാനത്തിന്റെ പേരില് അസൂയ വെക്കുകയാണോ? അവിടെ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അന്നഹു ഖാൽ അഹ്ലുൽ ബൈത്തി ഹുമുന്നാസ്. ആ ആയത്തിൽ അന്നാസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത് അത് റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടികളെയാണ്. അവരോട് അസൂയ വെക്കണ്ട, അവരോട് വിദ്വേഷം വെക്കണ്ട. സങ്കട പെരുക്കത്തിന്റെ പേരിലായിരുന്നാലോ, കുടുംബത്തിന്റെ പേരിലായിരുന്നാലോ, നാട്ടിലെ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിലായിരുന്നാലോ അഹ്ലുൽ ബൈത്തിനോട് കളിക്കണ്ട കേട്ടോ. അത് വലിയ അപകടമാണ് കേട്ടോ. അതാണ് ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖൈറുക്കും അഹ്ലി മിൻ ബഅദി, നിങ്ങളെ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്നറിയോ? ഖൈറുക്കും അഹ്ലി മിൻ ബഅദി, എന്റെ
എന്റെ കാലശേഷം എന്റെ അഹ്ലിനോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, അഹ്ലുബൈത്തിനെ നന്നായി പരിഗണിക്കണം, അഹ്ലുബൈത്തിനെ നന്നായി ബഹുമാനിക്കണം. മഹാന്മാരായ നമ്മളുടെ ഉലമാക്കൾ അവരെല്ലാം അഹ്ലുബൈത്തിനോട് വല്ലാത്ത ആദരവുള്ള ആളുകളാണ്. മഹാനായ സുൽത്താനുൽ ഉലമയുടെ മുന്നില് എത്ര ചെറിയ കുട്ടികളായിരുന്നാലും അഹ്ലുബൈത്താണോ അവർക്ക് വലിയ പരിഗണനയാണ് സുൽത്താനുൽ ഉലമയുടെ മുന്നിൽ. മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നമ്മളുടെ ഉസ്താദുമാർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് അവരുടെ മുന്നിലും അഹ്ലുബൈത്തിന് വലിയ പരിഗണനയാണ്, അഹ്ലുബൈത്തിന് വലിയ പരിഗണനയാണ്. ഏത് ആലിമീങ്ങളെ നമ്മൾ പരിശോധിച്ചാലും അവര് അഹ്ലുബൈത്തിനെ നോക്കുമ്പോ അവര് ഇൽമുള്ള ആളുകളാണോ അല്ലേ ഈ പരിഗണനയൊന്നുമില്ല. അഹ്ലുബൈത്താണോ അവരോട് വലിയ ബഹുമാനമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു ഹജർ തങ്ങളോട് ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ. സുബ്ഹാന ജല്ല ജലാലു. ഒരു സദസ്സിൽ ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ചെറിയൊരു കുട്ടിയും വലിയൊരു ആലിം ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയൊരു ആലിമും അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടിയും ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളവുമായി ചെല്ലുമ്പോൾ ആ ഗ്ലാസ് വെള്ളം ആർക്ക് ആദ്യം കൊടുക്കണം? നമ്മളെന്താ ചെയ്യല്? അത് കുട്ടിയല്ലേ എന്ന് വിചാരിക്കും. ചെറിയ അഹ്ലുബൈത്തിൽപ്പെട്ട ചെറിയ മക്കളാണെങ്കിൽ അത് കുട്ടിയല്ലേ എന്ന് വിചാരിക്കലാണ്. എന്നാൽ അത് ആർക്ക് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ അവിടെ വല്ലാത്തൊരു മറുപടി പറയുന്നുണ്ട്. ഇൽമിന്റെ അഹ്ലുകാര് അവര് വലിയ മഹത്തുക്കളാണ്. ഇൽമുള്ള ആളുകൾക്ക് വലിയ മഹത്വമുണ്ട്. എന്നാൽ മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം, ആ ഇൽമുള്ള അഹ്ലുകാരുടെ വലിയ സ്ഥാനങ്ങളെല്ലാം പറഞ്ഞിട്ട് മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ്, ഇൽമുള്ള ആളുകൾ വലിയ സ്ഥാനമുള്ളവര് തന്നെ. പക്ഷേ ആ ഒരു ഗ്ലാസ് വെള്ളം ആദ്യമായി കൊടുക്കേണ്ടത് റസൂലുള്ളാഹിന്റെ രക്തമോടുന്ന ശരീരത്തിന്റെ ഉടമയായ ആ ചെറിയ മോനാണ് കേട്ടോ. അത്രമാത്രം വലിയ പരിഗണന നൽകേണ്ട ആളുകളാണ് അഹ്ലുബൈത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കാലഘട്ടം വളരെ മോശമാണ്, എവിടെ നോക്കിയാലും ഹറാമുകളാണ്, കള്ളത്തൊരീക്കത്തുകളാണ്, സൂഫിസത്തിന്റെ പേരില് നമ്മളുടെ ഹിദായത്തുകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പല കോലത്തിൽ ആളുകൾ വന്ന് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ നൂഹ് നബിയുടെ കാലഘട്ടത്തില് ആ നൂഹ് നബിയുടെ കപ്പലിൽ കയറിയ ആളുകൾക്ക് മാത്രമാണല്ലോ രക്ഷ ലഭിച്ചത്. അതുപോലെ ഈ മുസീബത്ത് പിടിച്ച കാലത്ത് രക്ഷ വേണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല ആളുകളോടുമായിട്ട് പറയാണ്, ഏത് വലിയ മുസീബത്ത് നിങ്ങളുടെ മുന്നിൽ വന്നാലോ രക്ഷപ്പെടണോ? مثل أهل بيتي فيكم كسفينة നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് നിങ്ങളിലുള്ള അഹ്ലുൽ ബൈത്ത് കേട്ടോ. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവരാണല്ലോ രക്ഷപ്പെട്ടത്. കപ്പലിൽ കയറാതെ നിങ്ങളെ മലയുടെ മുകളിലേക്ക് കയറിക്കോളാം, ഞങ്ങളെങ്ങനെ രക്ഷപ്പെട്ടോളാം. ഇങ്ങനെ പറഞ്ഞ സകല ആളുകളോ അവര് നശിച്ചു പോയതാണല്ലോ. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് പോലെയാണ്. അവരെ പിടിച്ച
രക്ഷപ്പെടുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. എന്നാലോ തങ്ങന്മാർക്ക് എന്താ ഇത്ര പ്രത്യേകത? എന്തിനാ അവരെ ഇങ്ങനെ വല്ലാതെ പവർ പറഞ്ഞ് കാണിക്കുന്നത്? ഇതും പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളാണോ നശിച്ചു പോകും, അതിലൊരു സംശയവുമില്ല. എന്തേ അഹ്ലുൽ ബൈത്തിന്റെ വലിയൊരു പ്രത്യേകത എന്നറിയോ? നോക്കൂ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങള് ഖുർതുബി ഇമാം ഉദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. ഇബ്നു അബ്ബാസ് തങ്ങള് വലസൗഫ യുതീക റബ്ബുക ഫതറല്ലാ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാ, നബിയേ അങ്ങേക്ക് അങ്ങയുടെ രക്ഷിതാവ് ഒരു തരലങ്ങ് തരുന്നതാണ്. അങ്ങേക്ക് തൃപ്തിയാകുന്ന കോലത്തില് ഇഷ്ടമുള്ളതെല്ലാം അങ്ങേക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ പഠിപ്പിക്കുന്നു, മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാ യദ്ഖുല അഹദുൻ മിൻ അഹ്ലി ബൈതിഹി അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാള് പോലും നരകത്തിൽ കടക്കാതിരുന്നാലേ അല്ലാഹുവിന്റെ റസൂലിന് തൃപ്തിയാകൂ. അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ ഉണ്ടാകൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, വഅദനി റബ്ബി, ഞാനുമായി എന്റെ റബ്ബ് ഒരു കരാറ് വെച്ചിട്ടുണ്ട്, ഒരു വാഗ്ദാനം എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നന്നായി ആലോചിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഈ സാദാത്യങ്ങൾക്കിടയിൽ വെച്ചത് പറയുമ്പോ വല്ലാതെ ബേജാറുണ്ട്. എന്തെങ്കിലും അദബുകേട് സംഭവിച്ചു പോയാൽ, ഒരു ചെറിയ മുത്തഅല്ലിമിന്റെ അടുക്കൽ സംഭവിക്കുന്ന അദബുകേട് ഉസ്താദുമാര് പുറത്തു കൊടുക്കലുണ്ടല്ലോ, അതുപോലെ ഉണർത്തി തന്ന് പൊരുത്തപ്പെടണമെന്ന് ആദ്യം തന്നെ ജാമ്യം എടുത്തിട്ടാണ് ഞാനിത് പറയുന്നത്. വാക്കിലോ മറ്റോ വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ അള്ളാഹു നമ്മളൊക്കെ അവന്റെ മുത്തഖീങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോട് എന്റെ റബ്ബ് കരാറ് വെച്ചിട്ടുണ്ട്, ഫീ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിന്റെ വിഷയം, അഹ്ലു ബൈത്തിന്റെ വിഷയത്തില് യജമാനനായ അല്ലാഹു തആല എന്നോടൊരു കരാറ് വെച്ചിട്ടുണ്ട്. എന്താ കരാറെന്നറിയോ? മൻ അഖറ മിൻഹും ബിത്തൗഹീദ്, ആ അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകള്, അതുപോലെ വലിയ ബല മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ വിശ്വാസം വെച്ച് പുലർത്തി ജീവിക്കുന്ന ആളുകള്, അവര് അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ അഹ്ലു ബൈത്തില് അല്ലാഹുവിനോട് കരാറ് വെച്ചിട്ടുണ്ട്. ഏതാണ് കരാറെന്നറിയുമോ? അല്ലാ യുഅദ്ദിബഹു അല്ലാഹു അദാബ കുല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് ജീവിക്കുന്ന തങ്ങന്മാരാണോ? മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിച്ച് ജീവിക്കുന്ന തങ്ങന്മാരാണോ? അവരെ അല്ലാഹു തആല ശിക്ഷിക്കൂല. ഇത് എന്നോട് യജമാനനായ അല്ലാഹു തആല നൽകിയ കരാറാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി കരാറ് ലംഘിക്കുക എന്നത് അതൊരു നല്ല വിശ്വാസിയുടെ പോലും സ്വഭാവമല്ല. കരാറ് ലംഘിക്കുക എന്നത് നിഫാഖിന്റെ അടയാളമാണ്. എന്നാൽ യജമാനനായ അല്ലാഹു തആല കരാറ് ലംഘിക്കുമോ? പറഞ്ഞ വാക്ക് മാറ്റുമോ? ഇല്ലേ ഇല്ല. അഹ്ലു ബൈത്ത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിക്കുന്നവരാണോ അവർ അല്ലാഹു ശിക്ഷിക്കൂല. അവരെങ്ങനെ റോട്ടിലും മറ്റും ഇരുന്ന് കുറ്റം പറഞ്ഞ നമ്മൾ കൊടുങ്ങും. ഇങ്ങനെ ഉണ്ടാവല്.
അവരെങ്ങനെ കുറ്റം പറഞ്ഞ ആളുകളുണ്ടാവും. ഏതെങ്കിലും പള്ളിയുടെ പ്രസിഡന്റ് ഒരു തങ്ങളായിരിക്കും ചിലപ്പോ. അത് അല്ലാഹു തആല അങ്ങനെ വെക്കുന്നതാ. ചിലവര് പറയും തങ്ങളെങ്ങാനും ജനറൽ ബോഡിയിൽ ഇല്ലെങ്കിൽ ഇവിടെ അടിപൊട്ടുകയായിരുന്നു ഇല്ലേ? മഹലിന്റെ ജനറൽ ബോഡി വിളിക്കുമ്പോ ചിലര് പറയും തങ്ങളെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ചോദിക്കാനുണ്ടായിരുന്നു. അതിനെന്നെ അല്ലാഹു തആല ഇങ്ങനത്തെ യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ അല്ലാഹു തആല പറഞ്ഞതാ. ഇങ്ങനത്തെ മുത്തുമാണിക്യങ്ങൾ പോലത്തെ സയ്യിദന്മാരെ അല്ലാഹു തആല വെച്ചത് തന്നെ അതിനാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തുറന്നു ചോദിച്ചാൽ അത് ഒരു നല്ല കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകുന്നതിന് വിഘാതാണ്. ചില കാര്യങ്ങള് ചോദിക്കാൻ ചിലര് തടസ്സം തന്നെയായി നിൽക്കണം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലോ അവരെ മുന്നൊന്നും പറയൂല. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് തങ്ങൾ അങ്ങനെ, തങ്ങൾ ഇങ്ങനെ, തങ്ങൾ മറ്റത്, തങ്ങൾ മറിച്ചത് എന്നിങ്ങനെ പറയും ചില മനുഷ്യന്മാര്. എനിക്കെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇവരെ കാര്യം സേഫാ, അഹ്ലു ബൈത്തിന്റെ കാര്യം സേഫാ. നമ്മളെ വിഷയത്തിൽ അല്ലാഹു തആല ഇങ്ങനെ ഒരു വാഗ്ദാനവും തന്നിട്ടില്ല. നമ്മളെ വിഷയത്തിൽ ഒരു വാഗ്ദാനവും തന്നിട്ടില്ല. നമ്മൾ ഇവരെങ്ങനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഇടിച്ചു താഴ്ത്തുന്ന സംസാരങ്ങൾ സംസാരിച്ച് നമ്മളുടെ ആഖിറം ഫസാദാക്കരുത്. അല്ലാഹു നമ്മളെ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. മഹാനായ ശാഫിഈ ഇമാം, പർവ്വത സമാനമായ ഇൽമിന്റെ ആളല്ലേ മഹാനായ ശാഫിഈ ഇമാം. ആ ശാഫിഈ ഇമാം പോലും പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ആലുൻ നബിയ്യി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം ഉഅതാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി. മഹാനവറുകൾ പറയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ മാത്രമല്ല ഒരു യോഗ്യതയും ഈ ശാഫിക്ക് പറയാനില്ല. പിന്നെയോ ആകെ നാളെ ആഖിറത്തിൽ യജമാനനായ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ആകെയുള്ള പ്രതീക്ഷ ആലുൻ നബിയ്യി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം മുഅതാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി. എനിക്ക് പ്രതീക്ഷയുള്ളത് എനിക്ക് മുത്തുനബിയുടെ കുടുംബത്തിനോട് വല്ലാത്ത സ്നേഹമാണ്, അവരോട് വലിയ ബഹുമാനമാണ്. ശാഫിഈ ഇമാം അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിച്ചപ്പോഴാണ് ചിലര് വന്ന് പറഞ്ഞില്ലേ ശാഫിഈ ഇമാം ബിദ്അത്തുകാരനാണ്, റാഫിളിയാണ് എന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് ശാഫിഈ ഇമാമിന്റെ മറുപടി എന്നാണ്, ലൗ കാന റഫ്ളൻ ഹബ്ബു ആലി മുഹമ്മദി فليشهد الثقلان إني رافضي. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച കാരണത്താല്, തന്മാരോട് വലിയ മഹബത്ത് വെച്ച കാരണത്താല് ഞാൻ ബിദ്അത്തുകാരനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു നടന്നോളൂ. അതേ തന്മാരെ ബഹുമാനിക്കുന്നത് ബിദ്അത്താണോ? ഞാൻ അങ്ങനത്തെ ഒരു ബിദ്അത്തുകാരനാ. മഹാനായ ശാഫിഈ ഇമാം പറയാൻ, ചില ബിദ്അത്തുകാരുണ്ട്, ഷിയാക്കളെ പോലത്തെ ആളുകള് അഹ്ലു ബൈത്തിനെ വല്ലാതെ ബഹുമാനിക്കുന്നതോടുകൂടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയൊക്കെ ഇടിച്ചു താഴ്ത്തുന്ന ആളുകളുണ്ട്. ആ വിധേയത്തിൽ പെട്ടുപോയാൽ കാര്യം വലിയ അപകടമാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഈ മജ്ലിസിലുള്ള ആളുകൾക്ക് ആമീൻ പറയാനുള്ള ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അഹ്ലു ബൈത്തിനെ പിടിച്ചാൽ രക്ഷയാ. അതാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, സിലത്തു ഖറാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ മിൻ സിലത്തി ഖറാബത്തി.
എനിക്ക് എന്റെ കുടുംബ ബന്ധം ചേർക്കുന്നതിനേക്കാളും ഇഷ്ടമുള്ളത് റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് ചേർക്കലാണ്, റസൂലുള്ളാഹിന്റെ കുടുംബം ചേർക്കലാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ അഹ്ലുൽ ബൈത്തിന്റെ പ്രാധാന്യവും അവരുടെ ഫളലും നമ്മളങ്ങ് പറഞ്ഞാൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. മൻ അഹബ്ബനി വഅഹബ്ബ ഹാദൈനി വഅബാഹുമാ വഉമ്മഹുമാ കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ. എത്ര വലിയ പുരുഷനാണ് പറയുന്നത്. മൻ അഹബ്ബനി, ആരെങ്കിലും നിന്നോട് മഹബത്ത് വെച്ചാൽ അതുപോലെ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ആ രണ്ടുപേരോടും വലിയ സ്നേഹം കാണിച്ചു. വഅബാഹുമാ വഉമ്മഹുമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പിതാവാകുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവരോട് വലിയ സ്നേഹം കാണിച്ച കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവൻ എൻ്റെ കൂടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെയുള്ള ഓഫറുകളാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ പിന്നെ അത് പിടിച്ചാൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയോടെ തങ്ങന്മാരെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എങ്ങനെ ആലോചിക്കാണ്, മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, സ്വഹീഹുൽ ബുഖാരി ഓതുന്ന സന്ദർഭത്തിലാണെന്നാണ് തോന്നുന്നത്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് വെച്ചപ്പോ, അങ്ങനെ ഒരു ചരിത്രം ഇങ്ങനെ എല്ലാരും പറയലുണ്ട്. ഫാത്തിമ ബീവിയെ ഖബറിലേക്ക് വെച്ചപ്പോൾ ആ ഖബറിന്റെ ചാര വെച്ച് ഒരാള് പറഞ്ഞു, ഖബറേ, ഇത് റസൂലുള്ളാഹിന്റെ മോളാണ്, ഫാത്തിമയാണ്, അതുകൊണ്ട് നീ ഇടുക്കിക്കളയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഖബറിൽ നിന്നൊരു അശരീരി കേട്ടു. എന്താ അശരീരി? ഇവിടെ ആരെ മോളാണ് എന്നുള്ള പരിഗണനയില്ല, ഇവിടെ ആരെ മോളാണ് എന്ന് പരിഗണനയില്ല എന്നൊരു അശരീരി കേട്ടു. ഇതിങ്ങനെ പറഞ്ഞിട്ട് റഈസുൽ ഉലമാ അന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അവിടുന്ന് പറയാൻ, അങ്ങനെ ഖബറിൽ നിന്ന് അശരീരി കേട്ടു എന്ന് പറഞ്ഞാൽ അതേതോ കള്ള ജിന്ന് വിളിച്ചു പറഞ്ഞതായിരിക്കും. റഈസുൽ ഉലമാ പറയാൻ, അതേതോ കള്ള ജിന്ന് വിളിച്ചു പറഞ്ഞതായിരിക്കും. റസൂലുള്ളാഹിന്റെ മൂക്ക് പരിഗണന ഇല്ലാതെക്കോ. ഇതാണ് നമ്മളുടെ ഉസ്താദുമാർ. അല്ലാഹു ഉസ്താദുമാരോടുകൂടെ അഹ്ലു ബൈത്തിനോടുകൂടെ നാളെ സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ചില കഥാപ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇല്ലേ, വല്ലാതെ അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോ സമയം അങ്ങോട്ട് പോയി കിട്ടാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് അവര് ഖബറിന്റെ അദാബിനെ വല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയലുണ്ട്, ഇവിടെ ആരെ മോളാണ് എന്ന് നോട്ടല്ല. ഇതിനെ കുറിച്ച് റഈസുൽ ഉലമാ പറഞ്ഞത് അതേതോ കള്ള ജിന്ന് പറഞ്ഞതായിരിക്കോ. കാരണം റസൂലുള്ളാഹിന്റെ മോക്ക് പരിഗണന കിട്ടാത്തൊരു സ്ഥലം ഉണ്ടാവൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് മഹാന്മാരായ അഹ്ലു ബൈത്തിന് വലിയ സ്ഥാനമാണ്. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാലോ, നോക്കൂ, നിങ്ങൾ ഞാനും നിങ്ങളും സാധാരണക്കാരായ ആളുകളാ. ഈ ദുനിയാവിൽ പാവങ്ങളായി ജീവിക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ദിനേന രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ചോര നീരാക്കിയിട്ട് കുടുംബം പുലർത്തുന്ന ആളുകളുണ്ട്. നല്ല തറവാടികളായി നല്ല പണക്കാരായി സുഖലോലുപതയിൽ ജീവിക്കുന്ന പല ആളുകളുമുണ്ട്. ഏത് കോലത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലോ ഈമാനുള്ള ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വല്ലാത്തൊരു ആഗ്രഹം ഏതാണ്? അവസാനം ഈ ലോകത്ത് നിന്ന് അസ്റായീൽ നമ്മളുടെ റൂഹ് പിടിക്കാൻ വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആ അസ്റായീൽ
കണ്ണീരോടെ ഒന്നങ്ങ് കിടന്നു കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്ത് തൗഹീദ് ഒരാളും പറഞ്ഞു തരാതെ ഉറക്കെന്ന് പറഞ്ഞിട്ട് ആരും കൊതിച്ചു പോകുന്ന പോലത്തില് ഈമാനോടെ ദുനിയാവിൽ നിന്ന് മരിച്ചു കിട്ടണോ എന്ന് ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കി തരണേ, ഈമാൻ സലാമത്താക്കി തരണേ. എന്നാൽ കേൾക്കണേ മുഅ്മിനീങ്ങളെ, ആരംഭപ്പുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കശ്ശാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ശഹീദാ. അഹ്ലു ബൈത്തിനോട് മനസ്സിനുള്ളില് വല്ലാതെ സ്നേഹം വെച്ച് ജീവിച്ച ആളാണ് അവൻ ഷഹീദിന്റെ പദവി കിട്ടിയിട്ട് മരിക്കുക. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദി മാത മഗ്ഫൂറാ. റസൂലുള്ളാഹി ബൈത്തിനെ സ്നേഹിച്ച ആളാണോ? ചെയ്തു പോയ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടാണ് ഈ ദുനിയാവിൽ നിന്നും മരിച്ചു പോവുക. തീർന്നില്ല. വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത തായിബാ. വൻദോഷങ്ങൾ ചെയ്തു പോകുന്നു, തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ മരിച്ചു പോകുന്നു. യജമാനനായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ റസൂലുള്ളാഹിനോട്, അവിടുത്തെ ആലിനോട്, അഹ്ലു ബൈത്തിനോട് സ്നേഹമല്ല ആളാണോ? മാത തായിബാ. തായിബായിട്ടാണ് അവൻ മരിക്കുക. അതുപോലെ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മുഅ്മിനൽ മുസ്തക്മിൽ ഈമാൻ. ഇതാരുടെ വാക്കാന്നറിയോ നിങ്ങൾക്ക്? ഇതാരുടെ വാക്കാന്നാ ഞാൻ പറഞ്ഞത്? നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ഇതാരുടെ വാക്കാ പറയുന്നത്? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നാവ് കൊണ്ട് ഒരു ഹർഫ് കളവ് മുത്തനബി പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നതിലപ്പുറം ആ ഖൽബിൽ ഒരു കളവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും വലിയ നേതാവ് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് പറയുന്നത് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് ജീവിച്ചാൽ ഈമാനോട് അവൻ മരിക്കും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് ആകെ അതേ വഴിയുള്ളൂ. കാലഘട്ടം വളരെ മോശമാണ്. കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മോശം നമ്മളാണ് എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. കാരണോ മുമ്പുള്ള അതേ സമയങ്ങളാണ് ഇപ്പോഴുള്ളത്. 24 മണിക്കൂറാണ് മുമ്പ് ഒരു ദിവസം. ഇപ്പോഴും അങ്ങനെയാണ്. 60 മിനിറ്റാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ കാലഘട്ടം മോശമായി. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിഹാനാ. ഷാഫി ഇമാം പറഞ്ഞതാണ്. കാലഘട്ടം മോശമാണ് എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഞാനും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ള കുഴപ്പം. വേറൊരു കുഴപ്പം ഈ കാലഘട്ടത്തിനില്ല. എന്നാൽ ഹറാമുകൾ എവിടെ നോക്കിയാലും ഹറാം. എങ്ങനെ ഹറാമിൽ നിന്ന് മാറി നിൽക്കണോ എന്ന് വിചാരിച്ചാലും വല്ലാതെ ഹറാമിലേക്ക് വീണു പോകാനുള്ള അവസരങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗ്യാരണ്ടി നൽകുകയാണ്. അലാ അറിയണേ, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മുഅ്മിനാ. ഈമാനോടെയാണ് അവൻ മരിക്കുക. മാത്രമല്ല മരണത്തിൽ
മുമ്പ് തന്നെ അവന് സന്തോഷം പറയാ. വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ബശ്ശറഹു മലക്കുൽ മൗത്ത് ബിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖുർത്തുബി ഇമാം മരണത്തിന്റെ വേളകളിൽ ഉണ്ടാകുന്ന വലിയ ഭയാനകതകൾ എങ്ങനെ വിശദീകരിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ രൂപം കാണുന്നത് വലിയ ഭയാനകരമായ അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകളാണോ ആ ആളുകളുടെ മുന്നിൽ അസ്റായീൽ വരുന്നത് ബശ്ശറഹു മലക്കുൽ മൗത്ത് ബിൽ ജന്ന. അസ്റായീൽ ഇവനോട് പറയാണ്, മോനെ പേടിക്കണ്ട, ബേജാറാവണ്ട, നിനക്ക് സ്വർഗമുണ്ട് കേട്ടോ. പിന്നെ ഖബറിലെത്തി എല്ലാവരും തിരിച്ചു പോന്നു. മുനീറോ ചോദ്യത്തിന് വരികയാണല്ലോ. അതേ, ആ മുനീറും ഇവരോട് സന്തോഷമാ പറയുന്നത്, പേടിക്കണ്ട, നിനക്ക് സ്വർഗമുണ്ട് കേട്ടോ. അസ്റായീൽ വരുമ്പോഴും സന്തോഷത്തിലുള്ള വാക്ക, ഖബറിൽ ഒറ്റപ്പെടുമ്പോഴും മുൻവരിൽ നക്കീറും വന്നിട്ട് സ്വർഗമുള്ള സന്തോഷം പറയുന്നു. ഇനി ഖബറിലെത്തിയാലോ ഫുതിഹ ലഹു ഫീ ഖബരിഹി ബാബാനി ഇലൽ ജന്ന. അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹത്തില് ജീവിച്ചു, അവനങ്ങും മരിച്ചു, ഖബറിലെത്തിയാൽ ഫുതിഹ ലഹു, അവന് വേണ്ടിയതാ തുറക്കപ്പെടുകയാണ് ഫീ ഖബരിഹി ബാബാനി ഇലൽ ജന്ന. ഖബറിലെത്തിയാൽ സ്വർഗത്തിലേക്ക് 2 കവാടങ്ങൾ തുറക്കപ്പെടും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊരു ഉട്ടോപ്യൻ കാര്യം പറയാൻ തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയാണ്. അങ്ങനെ പറയുന്നോലെ അങ്ങനെ പറഞ്ഞു നടക്കുക എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ തിരുവായിൽ നിന്ന് ഉതിർന്നു വീണ മണിമുത്തുകളാണിത്. സുബ്ഹാന ജല്ല. മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നു. മരണസമയത്ത് അസ്റായീൽ വന്ന് സ്വർഗം കൊണ്ട് സന്തോഷം പറയുന്നു. ഖബറിലെത്തിയാലോ സുബ്ഹാനല്ലാഹ് മുൻകറുൻ നക്കീറും. മുൻകറുൻ നക്കീറിനെയും കാണൽ തന്നെ വലിയ ബേജാറാണെന്നല്ലേ. മലക്കാനി അസ്വാദാനി അസ്റാഖാനി ശഅറാഹുമാ ആസാബി അർരിജ്ലാനി. സുബ്ഹാനല്ലാഹ്. തലയിൽ നിന്നുള്ള മുടികൾ കാലിൽ നിലത്തിങ്ങനെ തട്ടുന്ന കോലം നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കി. അസ്വദാനി അസ്റാഖാൻ. വല്ലാത്ത ഒരു രംഗമാണ് ആ മുൻകർ നക്കീറിന്റെ കോലം. എന്നാൽ ആ മുൻകർ നക്കീറും വന്നിട്ട് അഹ്ലുൽ ബൈത്തിനെ പരിഗണിച്ച് ജീവിച്ച ആളുകൾ, ആ ആളുകളോട് സ്വർഗം കൊണ്ട് സന്തോഷം പറയാ. മാത്രമല്ല ഖബറിൽ 2 വാതിൽ തുറക്കപ്പെടുന്നു. പോരാ, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ യുസഫു ഇലൽ ജന്നതി കമാ തുസഫുൽ അറൂസു ഇലാ ബൈത്തി സൗജിഹാ. കല്യാണം കഴിഞ്ഞു, ആദ്യമായി പുതുനാരിയുടെ വീട്ടിലേക്ക്, മണവാട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ വലിയ ആദരവാണല്ലോ, വലിയ സൽക്കാരമാണല്ലോ. ആളുകളതാ തൊലാൽ ബദർ ചൊല്ലി ദഫും മുട്ടിയിട്ട് സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പുതിയാപ്പിളയ്ക്ക് കൈകൊടുത്ത് സ്വീകരിച്ച് ഒരു സ്പെഷ്യൽ കസേരയിൽ വെച്ചിട്ട് അതിൽ ഇരുത്തുന്ന രംഗമാണ്. എന്നാൽ അഹ്ലുൽ ബൈത്തിനോട് സ്നേഹം കാണിച്ച് ജീവിച്ച ആളുകള് അവര് മരിച്ചു കഴിഞ്ഞാൽ അവരേതാ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഏതുപോലെ അതേ പുതുനാ
പുതുനാലിനെ പുതിയാപ്പിളെ പുതുനാരിയുടെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നത് പോലെ ഇവന് ആനയിക്കപ്പെടുന്നു. മുഹമ്മദ് ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മാൻ. അവന്റെ ഖബറിൽ അവൻ എത്തപ്പെടൂല. ഓരോ മനുഷ്യന് ഖബറിന്റെ സമീപത്തൂടെ പോകുമ്പോൾ ഖബറുകൾ നമ്മളോടൊരു വയല് പറയുന്നുണ്ട് എന്ന് കാണാം. ഖബർ നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഓ മനുഷ്യ, മോനെ, നീ മണിമാളികയിൽ ഇങ്ങനെ താമസിക്കുകയാണ്. റൂമിലെ സ്ക്വയർ ഫീറ്റ് പോരാ, വലിപ്പം പോരാ, കട്ടിലിന്റെ വലിപ്പം പോരാ, കിടക്കുന്ന കിടക്കയുടെ സ്പോഞ്ച് പോരാ, ഏസിക്ക് തണുപ്പ് പോരാ. ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ ഓർത്തോ, അനഭയത്തുറ്റു നീ എന്റെ മാറിടത്തിലേക്കല്ലേ, എന്റെ വയറ്റിലേക്കല്ലേ വരാനുള്ളത്. ഞാനിതാ പാമ്പുകളുടെ ലോകമാ, പുഴുക്കളുടെ ലോകമാ. അതേ, നീ ആയിരങ്ങൾ കൊടുത്ത് സംരക്ഷിച്ച നില്ല മുഖമില്ലയോ? മൂന്നാമത്തെ ദിവസം നീ ഖബറിലെത്തിയ മൂന്നാമത്തെ ദിവസം ആ മുഖത്തു നിന്നുള്ള കണ്ണ് വീണുപോകൂലേ? അതിനല്ലേ നമ്മൾ കണ്ണോക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദിവസം നിന്റെ കണ്ണ് വീണുപോകുന്നു. കുറച്ച് കഴിയുമ്പോ നിന്റെ വയറ് പൊട്ടുന്നു, കൊടൽമാല പുറത്തേക്ക് വരുന്നു. പിന്നെ പാമ്പുകളുടെ ഭക്ഷണമാണ് നീ, തേളുകളുടെയും പുഴുക്കളുടെയും ഭക്ഷണമാണ്. അതുപോലെ നിനക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോ കുറെ പരിചാരകരുണ്ട്, വേലക്കാരുണ്ട്, സേവകരുണ്ട്, പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. എന്നാൽ നീ എന്റെ പള്ളയിലേക്ക് എത്തിയ അനബൈത്തുൽ വഹദ, ഇതേകാന്തതയുടെ ലോകമാ. നിന്റെ ഭാര്യയുടെ വരൂല്ല, നിന്റെ ബാപ്പയോ ഉമ്മയോ വരൂല്ല, നിന്റെ മക്കള് വരൂല, ഒരാളും നിന്നെ വരൂല. എന്നാൽ ലോകത്തിൽ നേടാവോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, എന്റെ കുടുംബത്തിന് പേരക്കുട്ടികളെ സ്നേഹിച്ച് ജീവിച്ചവരാണോ അവല്ല ഖബറ് ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മാൻ. അവന്റെ ഖബർ റഹ്മത്തിന്റെ മാലാകമാരുടെ സിയാറത്ത് കേന്ദ്രമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന ഖബറായി കിട്ടിയാൽ ആ ഖബറല്ലേ സ്വർഗം, ആ ഖബറല്ലേ സ്വർഗം. അതല്ലേ മുത്തുനബി പറഞ്ഞത്, അൽ ഖബ്റു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ. മൂന്ന് കാര്യങ്ങളാ റൗളത്തും മിൻ റിയാദിൽ ജന്ന പറഞ്ഞത്. രണ്ടെണ്ണം മുത്തുനബി തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞു. ഒന്ന്, മാ ബൈന ഖബ്രി വ മിംബരി, എന്റെ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണ്, ഒരു സംശയവുമില്ല. അള്ളാഹു അവിടങ്ങളിൽ ചെല്ലാനും പലതവണ നിസ്കരിക്കാനും ദുആ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത് പറഞ്ഞു മജ്ലിസുൽ ഇൽം റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ മജ്ലിസ് അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. മൂന്നാമത് പറഞ്ഞു ഖബർ. പക്ഷെ അവിടെ റസൂലുള്ള പറഞ്ഞു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ. ഒരാളുടെ ഖബർ ഒന്നുകിൽ അത് സ്വർഗീയ പൂങ്കാവനമായി കിട്ടും, അല്ലേ നരക കുണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരു സംഗമം ഖബർ റൗളയാവാനുള്ള കാരണമാക്കി തരണേ അല്ലാഹ്.
ഖബർ റൗളയാവാനുള്ള കാരണമാക്കി തരണേ അല്ലാ. അവസാനം മുത്തുനബി പറയാണ്, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത അലാ സുന്നതി വൽ ജമാഅ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അഹ്ലു ബൈത്തിനെ പിടിച്ചാൽ ഓൻ പിഴച്ചൂല. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ ഒരു കള്ളത്തൊരീക്കത്തിലും വിട്ടുപോകൂല. ഇപ്പൊ കള്ളത്തൊരീക്കത്തുകളുടെ ഒരു കാലാണ് അല്ലെ, സൂഫി സമ്മേളനങ്ങൾ നടക്കുന്ന കാലാണ് ഇപ്പൊ. സുബ്ഹാനല്ലാഹ്, പല കോലത്തിലുള്ള ആളുകളിൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, അത് പറയാനുള്ള യോഗ്യതയും എനിക്കില്ല. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകളാണോ മാത അല സുന്നതി വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅത്തിലായിട്ടാണ് അവന്റെ മരണമുണ്ടാകൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ വല്ലാതെ പേടിക്കണം. ഇനി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വമൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ മാത കാഫിറാ. അഹ്ലു ബൈത്തിനോട് മനസ്സിൽ വിദ്വേഷം പുലർത്തി ജീവിച്ച ആളാണോ മാത കാഫിറാ, ഈമാനില്ലാതെ ചത്തുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സംഘടന, അതേത് സംഘടനയിലും നിങ്ങൾക്ക് ഏതാ സത്യം തോന്നുന്നതിൽ നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള ആ സംഘടനയിൽ, ഏത് സംഘടനയായാലും നേതൃത്വം നൽകുന്ന സാദാത്യങ്ങൾ, അവരെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒന്നും പറയാൻ നിൽക്കണ്ട. അത് പറയേണ്ടവരും തിരുത്തേണ്ടവരും അത് അവര് ചെയ്തോട്ടെ. നമ്മൾ ഈ നാടന്മാരായ ഞാനും നിങ്ങളൊക്കെ എന്തിനാ ഈ സാദാത്യങ്ങളുടെ വിഷയത്തെ അഭിപ്രായം പറഞ്ഞ് നമ്മൾ ആക്കിബത്ത് മോശാക്കുന്നത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ വമൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ ജാഅ യൗമൽ ഖിയാമത്തി മക്തൂബൻ ബൈന ഐനൈഹി ആയിസും മിർ റഹ്മത്തില്ലാഹ്. അഹ്ലു ബൈത്തിനോട് ദേഷ്യം വെച്ച് ജീവിച്ച ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ നെറ്റിത്തടത്തിലായിട്ടൊരു എഴുത്തുണ്ട്. ഏതാണ് ആ എഴുത്തെന്ന് അറിയുമോ? ആയിസുൻ മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിഞ്ഞവനാണ് ഇവൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല എന്ന് അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ യശുമ്മ റായിഹത്തൽ ജന്ന. ദീർഘമായ ഹദീസാണ്, ഞാൻ അതവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, അഹ്ലു ബൈത്തിനോട് ദേഷ്യമുള്ള ആളുകളാണോ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, കിലോമീറ്ററുകൾ അകലേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളമില്ലേ, അതുപോലും ആസ്വദിക്കാൻ അവന് യോഗ്യതയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തില് മുത്തുനബിന്റെ മക്കളെ ചീത്ത പറഞ്ഞോ കേറുവോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളെ ചീത്ത പറഞ്ഞ ആള് റസൂലുള്ള ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കയറോ? മഹാനായ ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം, സ്വർഗത്തെ അല്ലാഹു തആല മുത്തുനബിക്ക് കൊടുത്തതാണ്. ആ സ്വർഗത്തിലേക്ക് ആര് കയറണം കയറണ്ട എന്ന് തീരുമാനിക്കാനുള്ള വലിയ അധികാരം വരെ അല്ലാഹു തആല നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബി സെലക്ട് ചെയ്ത് കയറ്റുന്ന സ്വർഗത്തില് റസൂലുള്ളാഹിന്റെ മക്കളെ കുറ്റം പറഞ്ഞ് ജീവിച്ച ആളുകൾക്ക് പ്രവേശനം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, മഹാന്മാരായ ആളുകൾ അഹ്ലു ബൈത്തിനോട് കാണിച്ച സ്നേഹത്രയാന്നറിയോ നിങ്ങൾക്ക്?
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരിക്കുന്ന കാലാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന സ്വഹാബാക്കളിൽ പ്രമുഖനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചെല്ലുന്നു. ബാപ്പയെ ഒന്ന് കാണാനാണ്. ആ സമയത്ത് മഹാനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അലി ഇബ്നു സൈനുൽ ആബിദീൻ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുണ്ട്. ചെറിയ മോനാണ്, ചെറിയ പ്രായത്തിലുള്ള കാലമാണ്. അങ്ങനെ രണ്ടുപേരും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുന്നു. ഭരണാധികാരിയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്. വല്ലാത്ത തിരക്കുള്ള സമയമാണ്. മകൻ വന്ന വിവരം ആരോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉമറാകുന്ന മകൻ വന്ന വിവരം പറഞ്ഞിട്ടുണ്ട്. കുറെ സമയം കാത്തിരുന്നപ്പോ ഉമർ തങ്ങൾ ഒരാളെ വിട്ട് പറയുന്നു, അബ്ദുല്ലാനോട് ഇപ്പൊ കാണാൻ കഴിയില്ല എന്ന് പറയൂ, സമയമില്ല എന്ന് പറയൂ. ബാപ്പ വരെ ബഹുമാനിക്കുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്ക് വരെ ഒരു ബഹുമാനമുള്ള മോനാണ്. മുത്തബിഉസ് സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളൊക്കെ മുത്തുനബിനെ സ്നേഹിച്ച രൂപം ഇങ്ങനെ ആലോചിച്ചാൽ ഇന്നത്തെ യുക്തിവാദികളൊക്കെ ഓടും. സുബ്ഹാനല്ലാഹ്, അവർക്കൊരു നിലക്ക് അംഗീകരിക്കാൻ കഴിയൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് യാത്ര പോകുമ്പോൾ അന്നൊരു വഴിയിലേക്ക് ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, നടക്കുന്ന വഴിയിൽ ഒരു വാഴയുടെ ഇല അത് ചാഞ്ഞാൽ പോലും നമ്മൾ അടിയിലേക്ക് കുഞ്ഞങ്ങ് നടന്നു പോവുക ചെയ്യാം. അങ്ങനെയാണ് നടക്കാറുള്ളത്. അള്ളാന്റെ റസൂൽ ആ കമ്പ് ഇങ്ങനെ വന്നത് കണ്ടപ്പോ അവിടുന്ന് തലക്ക് തട്ടാതിരിക്കാൻ അവിടുന്ന് കുഞ്ഞ് നടന്നതാണ്. കുറെ കാലം കഴിഞ്ഞ് അതേ വഴിക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ യാത്ര ചെയ്യുമ്പോൾ അന്ന് മരവും ഇല്ല, കൊമ്പുമില്ല, ഒരു പ്രശ്നവുമില്ല, നേരെ തല ഉയർത്തി നടക്കാൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ആ സ്ഥലത്തെത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു തങ്ങളൊന്ന് കുനിഞ്ഞങ്ങ് നടക്കുക. ചോദിച്ചല്ല തങ്ങളെ, നിങ്ങൾ എന്തിനാ കുനിയുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ മുത്തായ തങ്ങള് തല കുനിച്ച സ്ഥലത്ത് ഞാൻ എങ്ങനെ ആ തല ഉയർത്തി നിൽക്കുക? ഇതാണ് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോ മുത്തുനബി എവിടെയാണോ ഖളാഉൽ ഹാജത്തിന് ഇറങ്ങിയത് അവിടെ മഹാനവറുകൾ ഉറങ്ങും. ഇങ്ങനത്തെ വല്ലാത്തൊരു മഹബ്ബത്തിന്റെ ലോകം. അതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും വലിയ ആദരവോടെയാണ് മകനെ കാണാറുള്ളത്. അത്ര ബഹുമാനമുള്ള സ്വഹാബിയാണ്. ആ മകനോട് തിരക്ക് കാരണമായിട്ട് പിതാവ് പറയുന്നു, ആള് വിട്ട് കാണാനുള്ള സമയമില്ല, തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറയാ. അങ്ങനെ ആള് വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് പറയുന്നു, ഇന്ന് കാണാൻ കഴിയൂല. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളൊന്നും തിരിച്ചു പോന്നു. അപ്പോഴാണ് നേരെ അപ്പുറത്ത് അലി സൈനുൽ ആബിദീൻ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവര് സ്വഹാബിയല്ല. അപ്പോൾ സൈനുൽ ആബിദീൻ തങ്ങള് അവിടുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വരെ കാണാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഏതായാലും അവസരം കിട്ടൂലല്ലോ. അങ്ങനെ മഹാനവറുകള് അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു. അപ്പോഴാണ് ആരോ ചെന്ന് ഉമർ തങ്ങളോട് പറയുന്നത്, തങ്ങളെ മുത്തുനബിയുടെ പേരക്കുട്ടിയും അങ്ങേ കാത്തിരുന്നു, അവരിൽ തിരിച്ചു പോയല്ലോ.
ഇതങ്ങ് കേട്ടപ്പോഴത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് വല്ലാതെ അവിടുന്ന് ബേജാറാവാൻ ആളെ വിട്ടു. ആ പൊന്നുമോനെ വിളിച്ചു കൊണ്ടുവരൂ, ആ പൊന്നുമോനെ വിളിച്ചു കൊണ്ടുവരൂ, അലി സൈനുൽ ആബിദീൻ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരിക. ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ മടങ്ങിപ്പോയത്? പറഞ്ഞു, തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് വരെ കാണാൻ സമയമില്ലെങ്കിൽ സ്വഹാബി പോലും അല്ലാത്ത എനിക്ക് എന്തായാലും അവസരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പൊ അവിടുന്ന് പറഞ്ഞു, മോനെ, നിങ്ങൾക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും എന്റെ അടുത്ത് വരാം, നിങ്ങളുടെ മുന്നിൽ ഈ വാതിൽ അടയൂല. കാരണം നിങ്ങളുടെ ഉപ്പാപ്പയാണ് ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ ആളുകൾ അഹ്ലു ബൈത്തിനോട് കാണിച്ച വല്ലാത്ത സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവിടുന്ന് ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാന്റെ അടുക്കലേക്ക് ചെന്നു. ഫീ ഹാജ, എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. ഫഖാൽ, അപ്പോൾ ഭരണാധികാരിയായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മറുപടി അവിടുന്ന് പറയാ, ഇദാ കാനത് ലക ഹാജ ഫഅർസിൽ ഇലയ്യ അഹ്ദുറു. മോനെ, നിങ്ങൾക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഒരാളെ വിട്ടാൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണൂലേ. ഒരു ഭരണാധികാരി അഹ്ലു ബൈത്തിൽപ്പെട്ട ആളോട് പറയാ, നിങ്ങൾ ഇങ്ങോട്ട് ഒരാളെ വിട്ടാ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കത്ത് കൊടുത്തേച്ചാ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നുള്ള വാതിൽക്കൽ നിൽക്കരുത്. കാരണം ഫഇന്നി അസ്തഹീ മിനല്ലാഹി അയ്യറാക അലാ ബാബി. ഞാൻ എങ്ങനെയാ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ഹയാഉ ഇല്ലാതെ നിൽക്കുക? റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാകുന്ന നിങ്ങളല്ല വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് വല്ലാത്ത മടി തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലോ ഭരണാധികാരിയായ എന്നെ കാണാൻ നിങ്ങൾ വന്ന് നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഒരാളെ വിട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഞാൻ വലിയ മുതലാളിയല്ലേ, അല്ലെ ഞാൻ വലിയ ആളല്ലേ, തങ്ങക്ക് വേണം ഇങ്ങോട്ട് വരട്ടെ, തങ്ങക്ക് എന്തെങ്കിലും കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വരട്ടെ, മൂപ്പർക്ക് ഇങ്ങോട്ട് വരാലോ പറയുന്ന വർത്താനുണ്ട് ചില മനുഷ്യന്മാര്. മോനെ, അഹ്ലു ബൈത്താണ്, തൊട്ടാൽ കളിച്ചാൽ നമ്മളുടെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ ആളുകൾ അങ്ങനെയാണ്. നാടന്മാര് എന്നുള്ളത് ഒരു പ്രയോഗമാണ് അല്ലേ? നാടന്മാര് എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഞാന് ഈ മുത്തഅല്ലിമീങ്ങളോട് ഇങ്ങനെ ദർസ് ഓതുന്ന സമയത്ത് ഇങ്ങനെ പറയലുണ്ട്, ഈ നാടന്മാർക്ക് ചില മസലകൾ ഇങ്ങനെ പറയുമ്പോൾ പറയലുണ്ട്, ഈ നാടന്മാര് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്. കാരണോ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേറെ വലിയ പർവ്വത സമാനുക്കളായ ആലിമീങ്ങളുണ്ട്. നാടന്മാര് എന്ന് പറഞ്ഞാൽ നമ്മളാകെ 4 ഫാല സർഫാക്കിയിട്ട് ആലിമാന്നും പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല. ഒരു ഖുലാസ മുന്നിൽ വെച്ചും കൊണ്ട് തന്നാൽ 4 വട്ടം ഫോൺ വിളിച്ചു നോക്കണം ഇതിന്റെ അർത്ഥം എന്തായാലും തിരിയണമെങ്കിൽ. അങ്ങനത്തെ ഞാനും പറയാണ്, ഞാനും ആലിമാണ്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, ഇല്ലേ? ആലിമുല്ലല്ലാമ ഗൂഗിൾ റഹിമഹുല്ലാ എന്നാ പറയലുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ത് കാര്യം ചോദിച്ചാലും ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം. ഗൂഗിൾ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്. എന്നാ ഗൂഗിൾ പറഞ്ഞിരുന്നത് ശരിയാണോ? അതും അറിയില്ല. സുബ്ഹാനല്ലാഹ്. ഇഹ്യാഉസ്സുന്നയിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാരിങ്ങനെ പറയലുണ്ടായിരുന്നു,
അവിടെ ചില പരീക്ഷകൾ നടത്തുമ്പോ ചില ഉസ്താദുമാര് പറയൂ, കിതാബ് നോക്കിയിട്ട് കുട്ടികൾ എഴുതുകയാണെങ്കിൽ എഴുതട്ടെ, കിതാബ് നോക്കിയിട്ട് തിരിയാണെങ്കിൽ അതന്നെ വലിയൊരു ഇൽമാണ്. കിതാബ് നോക്കിയിട്ട് ഈ സാധനം തിരിഞ്ഞാൽ തന്നെ വലിയ ഇൽമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളൊക്കെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും മഹാന്മാര് അഹ്ലു ബൈത്തിനോട് കാണിച്ച വല്ലാത്ത സ്നേഹമുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണല്ലോ. ആ സയ്യിദ് ഇബ്നു സാബിത്ത്, സ്വഹാബിയായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങള് ഒരു ജനാസ നിസ്കാരം കഴിഞ്ഞ് വാഹനപ്പുറത്ത് കൂട്ട് കയറിയപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വാഹനം ഇങ്ങനെ പിടിക്കുകയാ. ആ സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞു, ഖല്ലിയൻഹു ഇബ്നു അമ്മി റസൂലില്ലാഹ്, ഓ റസൂലുള്ളാഹിന്റെ അമ്മിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങളല്ല വാഹനത്തെ വിടൂ, അതിങ്ങനെ പിടിച്ചു നിൽക്കണ്ട. ആ സമയത്ത് ഫഖാല ഇബ്നു അബ്ബാസ്, ഹക്കദാ ഉമിർനാ അൻ നഫ്അല ബിൽ ഉലമാ. ആലിമീങ്ങൾ ഇങ്ങനെ വാഹനത്തിലേക്ക് പോകുമ്പോ സയ്യിദന്മാർ അവരുടെ തവാളു കൊണ്ടവരും പോകാറുണ്ട്. എന്നിട്ട് അവരെ വാഹനത്തിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നു ആലിമിന് വേണ്ടിയിട്ട്. അതുപോലെ അവരെ ഇരിക്കാനുള്ള കസേരയിൽ വിരിപ്പ് ശരിയാക്കി കൊടുക്കുകയാണ്. വലിയ ആലിമീങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയാ, ഉലമാക്കളായ ആളുകളോട് ഇങ്ങനെ ആദരവ് കാണിക്കണമെന്നാണ് ഞങ്ങളോട് കൽപ്പന. ഫഖബ്ബല സയ്യിദുൽ യദ ഇബ്നു അബ്ബാസ്. ആ സമയത്ത് വലിയ ആലിമായ ഇബ്നു അബ്ബാസ് തങ്ങളും ആലിമാണ്, മഹാലിമാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, മഹാനവറുകളുടെ കൈ പിടിച്ച് ചുംബിക്കുക. എന്നിട്ട് പറയുന്നു, ഹക്കദാ ഉമിർനാ അൻ നഫ്അല മഅ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അഹ്ലു ബൈത്തിനെ കണ്ടാൽ ഓലെ കൈ മുത്തണമെന്ന ഞങ്ങളോടുള്ള കൽപ്പന. പണ്ഡിതന്മാർ അങ്ങോട്ട് ആദരിക്കുന്നു, അവരിങ്ങോട്ടും ആദരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സുൽത്താനുൽ ഉലമ എങ്ങനെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അബ്ദുല്ലാഹിബ്നു മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങള് അവിടുന്ന് അക്കാലത്ത് മാളികപ്പുറമുള്ള വീട്ടിൽ താമസിച്ച മഹാനാണ്. ആലിമീങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ ഇസ്തിരിതാട്ട് റസ്സുമായിട്ട് ഇങ്ങനെ നടക്കണോന്ന് ചില മനുഷ്യന്മാർ ഇപ്പോഴും ലോകം തിരിയാത്തോല് പറയലുണ്ട്. അക്കാലത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒട്ടകപ്പുറത്താണ് സഞ്ചരിക്കാറുണ്ടായിരുന്നത്. വലിയ പ്രൗഢിയിൽ ജീവിച്ചു മഹാൻ. ആ അബ്ദുല്ലാഹി മുബാറക് തങ്ങള് ഒരു ദിവസം ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ഒരു സയ്യിദിനെ കണ്ടു, തങ്ങളുട്ടിയെ കണ്ടു. ആ തങ്ങളുട്ടി അല്പം മദ്യപിച്ചിട്ടുണ്ട്, അല്പം മദ്യപിച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങള് കുട്ടിയാണല്ലോ കള്ളു കുടിച്ചു കളഞ്ഞത്. തങ്ങന്മാര് തെറ്റ് ചെയ്താലും വലിയ ഗൗരവാണ്. ഞാനത് പറയേണ്ട ആളല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗേ പറയാൻ വിചാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒരു കുട്ടിയാണല്ലോ തെറ്റ് ചെയ്തത് എന്ന നിലക്ക് ആ തങ്ങളെ വല്ലാതെ അങ്ങ് ദേഷ്യം പിടിച്ചു തങ്ങളോട്. അങ്ങനെ ആ സയ്യിദിന് വല്ലാത്തൊരു പ്രയാസം. ഓ, അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചു കളഞ്ഞല്ലോ. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാണ്. ആ കുട്ടിയും അന്ന് രാത്രി കണ്ടു, അബ്ദുല്ലാഹി മുബാറക് തങ്ങളും കണ്ടു റസൂലുള്ളാഹിനെ. തങ്ങളുട്ടിയോട് ചോദിച്ചു, എന്തേ മോനെ, വല്ലാത്ത ടെൻഷനിലാണല്ലോ പൊന്നുമോനെ ഉള്ളത്. അപ്പൊ പറഞ്ഞു, ഉപ്പാപ്പ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു.
അപ്പൊ പറഞ്ഞു, മോനെ, നിങ്ങളോടുള്ള ദേഷ്യം കാരണമല്ലല്ലോ, നിങ്ങളാ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അത് ഉണർത്തിയതല്ലേ. അതുകൊണ്ട് നിങ്ങള് അബ്ദുല്ലാഹി മുബാറക് തങ്ങളോട് ദേഷ്യമൊന്നും വെക്കണ്ട, നിങ്ങൾ പോയി പൊരുത്തപ്പെടിച്ചാൽ. നേരപ്പുറത്ത് അബ്ദുല്ലാഹി മുബാറക് തങ്ങളെ റസൂലുള്ളാഹിനെ കാണാൻ, മുഖം വിവർണമാണ് മുത്തുനബിയുടെ. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ചോദിച്ചു, എന്തേ തങ്ങളെ പറ്റിയത്? സാധാരണ കാണുന്ന പ്രസന്നമായ മുഖമല്ലല്ലോ തങ്ങളെ ഇന്ന്. അപ്പയാ ചോദിച്ചത്, മോനെ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ ആക്ഷേപിച്ചില്ലേ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ ആക്ഷേപിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങള് നെട്ടി എഴുന്നേറ്റു. അപ്പോൾ തന്നെ പുറപ്പെടുകയാണ്, തങ്ങൾ കുട്ടി എവിടെ ഉള്ളത് എന്ന് അന്വേഷിച്ചിട്ട്. അതേ സമയത്ത് തന്നെ ആ ചെറിയ സയ്യിദും വരികയാണ് അബ്ദുല്ലാഹി മുബാറക് തങ്ങളെ കാണാൻ. വഴിയിൽ വെച്ചവരെ കാണുകയാണ്, പരസ്പരം പൊരുത്തപ്പെടിക്കുകയാ. കണ്ടില്ലേ നിങ്ങള്, സയ്യിദന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചില അറിവില്ലായ്മയുടെ പേരിൽ സാഹചര്യത്തിനുള്ള സമ്മർദ്ദത്തിൽപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാ അവരെ അഭിമാനം കളങ്കപ്പെടുന്ന കോലത്തില് നിങ്ങൾ അവരെ വഷളാക്കരുതേ. അപ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ ലൈവ് കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹ്, യൂട്യൂബിലെടുത്ത് വീഡിയോ ഇടുന്നു. ഇങ്ങനെ തങ്ങന്മാരെ വഷളാക്കണ്ട. എന്നാ തങ്ങന്മാര് തെറ്റ് ചെയ്താ കുറ്റമില്ല എന്നാണോ? അല്ല, അല്ല. സയ്യിദന്മാര് തെറ്റ് ചെയ്യുന്നത് സാധാരണക്കാരായ നമ്മൾ തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ്, വലിയ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് തങ്ങന്മാർ ആദരിക്കുന്നതും പഠിപ്പിക്കുന്നു. അതേ സമയത്ത് ആലിമീങ്ങളോടുള്ള ബഹുമാനവും അതും പഠിപ്പിച്ചു കൊടുക്കുന്നു. കേൾക്കണോ, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു വാക്ക് അവിടുന്ന് പറയുന്നു, ലൗ കാന ലീ മദ്ഖലുൻ ഫിൽ അസ്ബത്തി മാ ഖതലത്തി ഹുസൈൻ ഇബ്നു അലി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞതാണ്. അതെല്ലാം നമ്മൾക്ക് പരിചയമുള്ള വിഷയമാണ്, ഞാനത് പറയുന്നില്ല. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, ഞാനെങ്ങാനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അവിടുന്ന് ഉണ്ടായിട്ടില്ല എന്നാൽ അവിടുന്ന് പറയാ, ആ സംഘത്തിൽ എങ്ങാനും ഞാൻ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ അല്ല നരകത്തിൽ പോകണോ എന്ന് എന്നോട് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അധികാരം എനിക്ക് നൽകിയാല് നരകത്തിൽ പോകണം എന്നതിനെ ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു. എന്തേ കാരണം എന്നറിയോ? സ്വർഗത്തിൽ പോയാൽ അവിടെ മുത്തുനബി ഉണ്ടാവില്ലേ? മുത്തുനബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ നിസ്കരിക്കുമ്പോ അവിടുത്തെ ചുമല് ഇങ്ങനെ കയറി കളിച്ച മക്കളാണല്ലോ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന സംഘത്തിലുള്ള ഞാന് സ്വർഗത്തിലെത്തിയ റസൂലുള്ളാഹിനെ കാണൂലേ? റസൂലുള്ളാഹിന്റെ മുന്നില് ഞാനെങ്ങനെയാ നിൽക്കുക? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയൂല എന്നതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകലിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന സംഘത്തിൽ മഹാനവറുകൾ ഉണ്ടായിട്ടൊന്നുമില്ല. അവിടുന്ന് പറയാണ്,
നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് സ്വർഗത്ത് പോണോ നരകത്ത് പോണോ ഇഷ്ടമുള്ളിടത്ത് പോകാന്നും പറഞ്ഞാൽ നരകത്ത് പോയാ മതി എന്ന് പറയും. കാരണം സ്വർഗത്തിൽ പോയാൽ മുത്തുനബിയുടെ പേരക്കുട്ടിയെ കൊന്ന സംഘത്തിൽപ്പെട്ട ഞാൻ എങ്ങനെയാ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുക? ഇത് നമ്മളുടെ ആലോചനയിൽ ഉണ്ടാവണം. സയ്യിദന്മാരെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപം മുത്തുനബിക്ക് വേദനയുണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദീനയിൽ വെച്ച് അള്ളാന്റെ റസൂലിന് മാനസികമായി വേദനിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറിയാൽ അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് തടയപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലു ബൈത്തിന്റെ ഭാഗത്ത് നമ്മൾ നന്നായി ശ്രദ്ധ പുലർത്തണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കാണാം, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാള് നമ്മളോട് സാമ്പത്തികമായി വല്ല സഹായവുമായി കടം വാങ്ങി, ഇത് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണ്ട എന്നുള്ളതിന് തെളിവായിട്ടൊന്നും ആരും മനസ്സിലാക്കണ്ട. സുബ്ഹാനല്ലാഹ്, ശരീഅത്തിന്റെ നിയമം അഹ്ലു ബൈത്തിന് ഒന്നാണ്, അല്ലാത്തവർക്ക് ഒന്നാണ്. ശരീഅത്തിന്റെ നിയമത്തില് വ്യഭിചാരം അത് സബുൽ മൂബിഖാത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്ലു ബൈത്തിന് ഒഴിച്ച് എന്ന് കാണൂല. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോ അഹ്ലു ബൈത്തിന് ഒഴികെ എന്നവിടെ കാണൂല. ശരീഅത്തിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം, ആരായാലും. എന്നാൽ മുത്തുനബി പറയാൻ, ഒരാള് എന്റെ പേരക്കുട്ടി ഒരാളോട് കടം വാങ്ങി, ആ കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തില്ല, എന്തോ കഴിയാതെ പോയി. എന്നാൽ അതിന്റെ പേരിൽ എന്റെ പേരക്കുട്ടികളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഞാനത് ഖിയാമത്ത് നാളിൽ തിരിച്ചു തരും കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസൊക്കെ ഇങ്ങനെ വായിക്കുമ്പോ ഏതെങ്കിലും ഒരു തങ്ങൾ കടം വാങ്ങി നമ്മൾ കഴിച്ചില്ലായിരിക്കാം. ഏതെങ്കിലും ഒരു തങ്ങൾ കടം വാങ്ങിയിട്ട് പൈസ തിരിച്ചു തരാതെ നമ്മൾ കഴിച്ചില്ലായി എന്ന് വിചാരിക്കും. കാരണോ അവനെ ഖിയാമത്ത് നാളിൽ ഞാൻ അത് മടക്കി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടുന്ന് 500 റുപ്യ വാങ്ങി ഖിയാമത്ത് നാളിൽ 500 എന്നിട്ട് എന്തോ കാര്യമുണ്ടോ? മോഡിന്റെ 2000 നോട്ട് പോലെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. മോഡിന്റെ 2000 റുപ്യ കിട്ടിയോണ്ട് ആരോ അൽഹംദുലില്ലാ പറയോ? മൗലൂദിന് ചെന്ന് പുരക്കാരെ 2000 റുപ്യന്റെ നോട്ടം എടുത്തു തന്നു, അൽഹംദുലില്ലാ എന്നാണോ പറയാ? വല്ലാത്തൊരു മനുഷ്യൻ പെടുത്തിയത് കണ്ടില്ലേ എന്ന് പറയും, ഇല്ലേ? നമ്മളാകെ പെടുത്തി എന്ന് പറയും. കാരണം അത് ഒരു സ്ഥലത്ത് ഉപകരിക്കൂല. ഇതുപോലെ ഖിയാമത്ത് നാളില് ഇവിടുത്തെ നോട്ട് തന്നിട്ടെന്തോ കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനല്ല. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തരേണ്ടതങ്ങ് തരും, സ്വർഗം നൽകും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, മഹാന്മാരായ സാദാത്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ജഅഫർ ഇബ്നു സുലൈമാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. അവര് ചാട്ടവാറ് കൊണ്ട് അടിച്ചു കളഞ്ഞു. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് അടിച്ചു, ബോധരഹിതനായി വീണുപോയി മഹാനായ മാലിക് ഇമാം. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടപ്പോ ജനങ്ങൾ എല്ലാവരും കൂടെ വന്നു. മദീനയിലെ മുദർരിസായിരുന്നല്ലോ മഹാനായ മാലിക് ഇമാം. ആ മാലിക് ഇമാമിനെ അടിച്ചു ബോധം കെടുത്തിയതാ. ജനങ്ങളെല്ലാവരും കൂടെ ചുറ്റുപാടും വന്നു. ഫലമ്മാ അഫാഖ, മഹാനായ മാലിക് ഇമാമിന് ബോധം തിരിച്ചു വന്നപ്പോ ഖാല ലഹും, അവിടുന്ന് ആ ഒരുമിച്ച് കൂടിയ ആളുകളോട് പറയാ, ഉശ്ഹിദുകും അന്നീ ഖദ് ജഅൽതു ളാരിബി ഫീ ഹിൽ. അതേ ജനങ്ങളെ, നിങ്ങളെ ഞാനിതാ സാക്ഷി നിർത്തുന്നു, എന്നെ അടിച്ച ആളോട് എനിക്ക് യാതൊരു പരാതിയുമില്ല. എന്നെ അടിച്ച ആളോടൊരു പരിഭവവുമില്ല. ചോദിച്ചു
തങ്ങളെ ഇത്ര വലിയ തല്ല് തല്ലിയിട്ട് ബോധം വരെ നഷ്ടപ്പെടുന്ന കോലത്തിൽ തച്ചിട്ട് ആ തച്ചാളോടൊരു പ്രശ്നമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടുന്ന് പറഞ്ഞു ഖിഫ്തു അൻ അമൂത ഫഅൽഖാ റസൂലല്ലാഹ് ഫഅസ്തഹി അൻ യദ്ഖുല അഹദുൻ മിൻ അഹ്ലിഹി അന്നാറ. അതേ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കാണൂലേ, ആ കാണുന്ന സമയത്ത് എന്നെ തല്ലിയ കാരണം കൊണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാള് നരകത്ത് പോകുന്നുണ്ടെങ്കിൽ അവരെ ഉപ്പാപ്പയെ ഞാനെങ്ങനെയാ ഫേസ് ചെയ്യുക എന്ന കാരണം കൊണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാള് നരകത്ത് പോകരുതല്ലോ. അതുകൊണ്ട് ഞാനിതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞു മൻസൂർ രാജാവ് അധികാരമേൽക്കുകയാണ്. മാലിക് ഇമാമിനെ വിളിച്ചു, തങ്ങളെ അങ്ങേ അടിച്ച ആളോട് ഖിസാസ് എടുക്കണ്ടേ, അതിന് പ്രതികാരം കിട്ടണ്ടേ? ആ സമയത്ത് മാലിക് ഇമാമിന്റെ മറുപടി അഊദു ബില്ലാഹ് വല്ലാഹി മർതഫഅ മിൻഹാ സൗതൻ ലിൽജിസ്മി ഇല്ലാ വഖദ് ജഅൽതുഹു ഫീ ഹല്ലൻ മിൻഹു ലിഖറാബതി മിൻ റസൂലില്ലാഹ്. ആരോട് പ്രതികാരം വീട്ടാനാ രാജാവ്? ആരോട് ഖിസാസ് എടുക്കാനാണ്? എന്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ടടിച്ചപ്പോ ഓരോ അടിയും അടിച്ച ചാട്ടവാറ് എടുക്കുമ്പോൾ തന്നെ ഞാനത് പൊരുത്തപ്പെട്ടതാണല്ലോ. കാരണം എല്ലാവരെ അടിച്ചാലും എന്നെ അടിച്ചതിന്റെ പേരില് ഞാനത് പൊരുത്തപ്പെടാതെ നിന്നാൽ ഞാനെങ്ങനെയാ മുത്തായ തങ്ങളുടെ മുഖത്ത് നോക്കുക? അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചവരാ. കാലിനേറുകൊണ്ടില്ലേ റസൂലുള്ളാഹിക്ക്? അവിടുത്തെ മക്കള് 7 മക്കളിൽ 6 മക്കളുടെ മയ്യത്ത് കാണേണ്ടി വന്നില്ലേ റസൂലുള്ളാഹ്? ഒരു പൊന്നുമോൻ ഇബ്രാഹിം സ്വന്തം കയ്യിൽ നിന്ന് വിട പറഞ്ഞപ്പോ വല്ലാതെ മാനസികമായി തകർന്നു പോയ മുത്തുനബി ആരെങ്കിലും ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയേണ്ട സമയത്ത് മനുഷ്യത്വമില്ലാത്ത കാഫിരീങ്ങൾ വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ, യാ മുഹമ്മദ് ഇന്നക അബ്തർ, മുഹമ്മദേ നിങ്ങളെ സകല മക്കളും മരിച്ചു പോകണം, നിങ്ങളുടെ പരമ്പര തന്നെ ബാക്കി നിൽക്കൂല. ആശ്വാസത്തിന്റെ വാക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് കുത്തുവാക്ക് കേൾക്കേണ്ടി വന്നപ്പോൾ സഹിച്ചു റസൂലുള്ളാഹ്. ഉഹദിൽ വെച്ചതാ മുൻപിൽ ഷഹീദാകുന്നു. മുഖത്ത് മുറിവേൽക്കുന്നു. അപ്പോഴാണ് സ്വഹാബത്ത് അവിടുന്ന് റസൂലുള്ളാഹിനെ ചുമലിലേക്ക് എടുത്തു വെച്ചിട്ട് ശത്രുക്കള് കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്താൻ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിലുള്ള വസ്ത്രം അത് നിലത്ത് തട്ടാതിരിക്കാൻ അതിങ്ങനെ പിടിക്കുന്നു. അപ്പോഴാണ് റസൂൽ പറയുന്നത്, അബൂബക്കറേ ആ വസ്ത്രം ഇങ്ങ് തരൂ. എന്തിനാ തങ്ങള്? അപ്പോഴല്ലേ മുത്തുനബി പറഞ്ഞത്, എന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തമെങ്ങാനും ഭൂമിയിലേക്ക് വീണുപോയാൽ ഖുറൈശികളെ കാഫിരീങ്ങളെ മുഴുവൻ അല്ലാഹ് നശിപ്പിച്ചു കളയുന്നതാ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അതല്ലേ വേണ്ടത്? അവരെ നശിപ്പിക്കലല്ലേ വേണ്ടത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, വേണ്ട വേണ്ട, ഒരാളെങ്കിലും നന്നായാലോ, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് നന്നാകണോന്ന് വിചാരിച്ച് അല്ലാഹുവിന്റെ റസൂലെല്ലാം സഹിക്കുക.
ത്വായിഫിന്റെ മണലാരണ്യത്തിലേക്ക് ചെന്നപ്പോ ആയിഷ ബീവി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ, ഉഹദിന്റെ ദിവസം അങ്ങേക്കേറ്റ പ്രയാസത്തെക്കാൾ വലിയ പ്രയാസം അങ്ങയുടെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? ശാരീരികമായും മാനസികമായും ഒക്കെ വല്ലാതെ പ്രയാസപ്പെട്ടു മുത്തുനബി ഉഹദ് രണാങ്കളത്തിൽ. ആയിഷ ബീവി ചോദിക്കാൻ, ഇതിനേക്കാളും പ്രയാസമുള്ള വല്ല ദിവസവും തങ്ങളെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ആയിഷ, നിന്റെ കൗമിൽ നിന്ന് ഇതിനേക്കാളും വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് മുത്തുനബി പറഞ്ഞതാണ്, നാട്ടിൽ എല്ലാവരുടെയും ആക്രമണങ്ങളും മറ്റുണ്ടാവാണ്. ഖദീജ ബീവി വഫാത്തായി, അതുപോലെ അബൂ ത്വാലിബ് വഫാത്തായി. രണ്ടുപേരും ദിവസങ്ങളെ വ്യത്യാസത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. സംരക്ഷണങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് കാണാൻ കഴിയുന്ന കോലത്തിലുള്ള സംരക്ഷണങ്ങളായിരുന്ന ഖദീജ ബീവിയും അബൂ ത്വാലിബും ഒക്കെ പോയി. മക്കക്കാർ അക്രമത്തിന്റെ ശക്തി കൂട്ടിയപ്പോ, ഓ ആയിഷ, എന്റെ ത്വായിഫിലുള്ള കുടുംബക്കാരെന്നെ ഒന്ന് സഹായിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ഞാൻ കയറി ചെന്നൊരു ദിവസന്റെ ആയിഷ. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോ അവരവിടെയുള്ള അങ്ങാടി പിള്ളേരെ കൊണ്ട് കല്ലുകൊണ്ട് എന്നെ എറിഞ്ഞതാണ് അവര്. അന്ന് ഞാൻ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്, വല്ലാതെ ഞാൻ തളർന്നു പോയിട്ടുണ്ട്. കിതാബില് കാണാം, മുത്തുനബിയുടെ കാലും അവിടുത്തെ ചെരുപ്പും തമ്മിൽ ഇങ്ങനെ രക്തം കൊണ്ട് ഒട്ടിപ്പോകുന്ന അവസ്ഥയിൽ റസൂലുള്ളാന്റെ കാലിൽ രക്തം വന്നു. അള്ളാന്റെ റസൂൽ അതെല്ലാം സഹിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മുത്തുനബിയുടെ കുടുംബങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറുതുണ്ടാകുമ്പോ എങ്ങനെയാ നമുക്കത് മനസ്സിൽ വിദ്വേഷമായി കൊണ്ടു നടക്കാൻ കഴിയാ? ഒരിക്കലും ഉണ്ടാകരുത്. അതാണ് മഹാനായ മാലിക് ഇമാം അവിടുന്ന് പറയുന്നത്, ഓരോ അടിയും അടിച്ച് ആ ചാട്ടവാർ എന്റെ ശരീരത്തിൽ നിന്ന് ഉയർത്തുന്നതിന്റെ മുമ്പ് ഞാൻ അതെല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തതാണ്. ഇതാവണം അഹ്ലു ബൈത്തിനോടുള്ള നമ്മളുടെ സമീപനം. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മഹാനായ ഹുസൈൻ ജിഫ്രി അൽ ഹളറമി വലിയ മഹാനാണ്, ഞാൻ പറയേണ്ടതില്ല, വലിയ മഹാനാണ്, പറയേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, നല്ല ഖിറാഅത്തിന്റെ ഉടമ. ഓത്തിന്റെ ശൈലി കേൾക്കുമ്പോഴേ ആളുകൾ ബഹുമാന പുരസ്സരം സമീപിക്കുന്ന മഹാൻ. മഹാനായ മമ്പുറം തങ്ങളുടെ പെങ്ങളുടെ മകൻ കൂടെയാണ് മഹാനവറുകൾ. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ആകെ ഞങ്ങളെ കയ്യിലുള്ള ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്, അല്ലാഹുവേ, ഞങ്ങളെ ഹബീബായ തങ്ങളെ സ്നേഹിക്കണോന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ്. സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. സ്നേഹിക്കണോ എന്ന് വല്ലാതെ കൊതിക്കുന്നവരാണ് മുത്തുനബിയുടെ അഹ്ലു ബൈത്താകുന്ന സയ്യിദന്മാർ. അല്ലാഹുവേ, ഞങ്ങൾ മനഃപൂർവ്വം ഇന്ന് വരെ ഒരു സയ്യിദിനെയും കുറവാക്കാൻ ശ്രമിച്ചിട്ടില്ല. കഴിയും പോലെ ഞങ്ങളെ ബഹുമാനിക്കാനും പരിഗണിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹ്, ആ ഒരു ബർക്കത്തുമുണ്ട്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഖിനാവിൽ കാണാൻ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഇതെല്ലാം നീ ഞങ്ങൾക്കൊരു കാരണമായി സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ഫളിൽ ജിഫ്രി തങ്ങളെ അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു തരും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മളുടെ പരിപാടി, അതിന്റെ കാര്യങ്ങള് ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ പറഞ്ഞതനുസരിച്ച് സയ്യിദ് നൂറുദ്ദീൻ ജിഫ്രി തങ്ങൾ അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. ഇൽമിന്റെ മജ്ലിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു,
സ്വർഗീയ പൂങ്കാവനമാണ്. സ്വർഗീയ പൂങ്കാവനം എന്ന ഇൽമിന്റെ മജ്ലിസിന് പറയാനുള്ള കാരണം, സ്വർഗത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും അല്ലാഹു തആല തരുന്നു. അതുപോലെ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. അത് ചോദിക്കുന്നത് സയ്യിദന്മാരുടെ ആകുമ്പോൾ ആ കൈ അല്ലാഹു തആല തട്ടൂല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ദുആ കഴിഞ്ഞിട്ടല്ലാതെ ഈ മജ്ലിസിൽ നിന്ന് ഒരാളും എഴുന്നേറ്റ് പോകരുത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. സാദാത്യങ്ങളെ, സയ്യിദന്മാരെ, ഈ മജ്ലിസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും അവർക്ക് ഏൽപ്പിച്ച് ഞാൻ എന്റെ പ്രഭാഷണം, സംസാരം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് സയ്യിദന്മാരോട്. പ്രിയപ്പെട്ട എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. ആ പിതാവിന് വേണ്ടി നിങ്ങളുടെ ദുആകളിൽ ഒരു ചെറിയ ഇടം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.